നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാനായി സോന ജെറിയുണ്ട്. ഡൽഹിയിലെ ആശുപത്രികൾക്ക് പിന്നാലെ തിഹാർ ജയിലിലും ബോംബ് ഭീഷണി. ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ജയിലിൽ പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ചില സ്കൂളുകളിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു, തിഹാർ ജയിലിൽ, അതിനുശേഷം ആശുപത്രികളിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു. ഇത് മറ്റ് നഗരങ്ങളിലും രാജ്യത്ത് ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? ഒരേ സംഘം തന്നെയാണോ? ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പലയിടങ്ങൾക്കും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ഡൽഹിയിൽ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും രാജസ്ഥാനിലെ 5 സ്കൂളുകൾക്കും ഇതേ രീതിയിലുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ ഡൽഹിയിലെ ആശുപത്രികൾക്ക് ആയിരുന്നു ഈ ബോംബ് ഭീഷണി ഉണ്ടായത്. ദീപ്ചന്ദ് ബന്ധു, GTP അടക്കം 4 ആശുപത്രികളിലാണ് ഈ മെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. തൊട്ടു പിന്നാലെയാണ് തിഹാർ ജയിലിലും സമാനമായ രീതിയിൽ ഈ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. കാരണം പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളടക്കം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ അവരെയെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് പരിശോധനകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സംഘം അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ജയിൽ അധികൃതരാണ് വിവരം ഡൽഹി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ഡൽഹി പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും സംഘം തിഹാർ ജയിലിൽ എത്തുകയായിരുന്നു. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. ബംഗളൂരുവിലും സ്കൂളിന് ബോംബ് ഭീഷണി. ബംഗളൂരു സൗത്ത് കഗല്ലിപുരയിലെ സ്വകാര്യ സ്കൂളിലേക്കാണ് ഭീഷണി സന്ദേശം ഇമെയിലിലൂടെ ലഭിച്ചത്. ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, സമാനമായ സംഭവങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ ബംഗളൂരുവിലെ പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരം എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, സ്കൂളുകൾക്ക് ഈ ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ഇത്തരത്തിൽ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗളൂരുവിലും ഭീഷണി അതായത് ഇമെയിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. കഗല്ലപ്പൂരിലെ, അതായത് ബംഗളൂരു സൗത്തിലാണ്, അവിടെ ഒരു സ്വകാര്യ സ്കൂളിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉച്ചയോടെ ഇമെയിൽ വന്നത്. അതായത് സ്കൂളിന്റെ പരിസരത്ത് ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്. ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് ട്രെയിനിൽ യാത്രക്കാർക്ക് ദുരിതം. കോച്ചിലെ AC-യും ഫാനും തകരാറിൽ. ടോയ്ലറ്റിൽ വെള്ളമില്ലെന്നും പരാതി. രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു 2 hours ലേറ്റാണ്. പിന്നെ കാസർഗോഡൊക്കെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒരു AC ഓഫ് ആവുന്നോ ഫാൻ ഓഫ് ആവുന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പോയി. പക്ഷേ കോഴിക്കോട് എത്തിയപ്പോഴാണ്, കോഴിക്കോടല്ല കണ്ണൂരിന് ശേഷമാണ് പ്രോബ്ലം വന്നത്. പിന്നെ ഇപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ കണ്ണൂരായിട്ട് ഒന്നുമില്ല. വിവരങ്ങളുമായി ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ നല്ല സൗകര്യങ്ങളോടെ യാത്ര ചെയ്യാൻ എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ട്രെയിൻ, പക്ഷേ ഈ ഒരു ട്രെയിനിലെ യാത്ര അക്ഷരാർത്ഥത്തിൽ അത് പേരുപോലെ തന്നെ ഗരീബ് രഥ് സൗകര്യങ്ങൾ തന്നെയാണല്ലോ ഉള്ളത്. ഗരീബി രഥ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ AC-യിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൽ ഇന്ന് ദുരിതയാത്രയായിരുന്നു യാത്രക്കാർക്കുണ്ടായത്. യാത്രക്കാരിൽ ചിലർ പറയുന്നതനുസരിച്ച് മംഗലാപുരം കഴിയുമ്പോഴേക്ക് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ എത്തുമ്പോഴേക്കും അത് അതിരൂക്ഷമായി. പക്ഷേ എന്നാൽ ഇത് അറ്റൻഡ് ചെയ്യാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ആദ്യം AC ഓഫ് ആവുന്നു, പിന്നീട് ഫാൻ ഓഫ് ആവുന്നു. മാത്രവുമല്ല ടോയ്ലറ്റിൽ ഉൾപ്പെടെ വെള്ളം ലഭിക്കാത്ത സാഹചര്യമാവുന്നു. എന്നാൽ അതിശക്തമായ രീതിയിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. കോഴിക്കോട് എത്തിയപ്പോൾ ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടെക്നിക്കൽ സംഘം വന്ന് താൽക്കാലികമായി പരിഹരിച്ചു. ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞു. കോഴിക്കോട് നിന്നും താൽക്കാലികമായ പരിഹാരമായി കഴിഞ്ഞു എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ക്രിസ്റ്റീന, ഏതായാലും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ സാധാരണക്കാർക്കുള്ള ഒരു രഥത്തിൽ ദുരിതയാത്രയായിരുന്നു ഇന്നുണ്ടായത് എന്നുള്ളതാണ് യാത്രക്കാരുടെ പരാതി. ക്രിസ്റ്റീന, ശരി. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
മുൻപ് പൂർത്തിയാക്കാനാവാതെ പോയൊരു വാർത്തയിലേക്കാണ്. പ്രതിഷേധം തുടരവെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ. വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അഖിൽ ഷാ, ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ആയുള്ള ഈ തർക്കം കുറേ ദിവസങ്ങളായി പോകുന്നു. പക്ഷേ ഈ തർക്കത്തിന്റെ ഏറ്റവും ദുരിതഫലം അനുഭവിക്കുന്നത് ടെസ്റ്റിന് സ്ലോട്ട് എടുത്തവരും ടെസ്റ്റിനായി തയ്യാറെടുക്കുന്നവരും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ഈ സ്ലോട്ട് എടുത്തിട്ടും ആൾക്കാർ എത്താത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. നാളെ നടക്കുന്ന ഈ ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാം? പക്ഷേ പ്രധാനമായും ഈ ചർച്ച അത് ഈ ആളുകളുടെ ബുദ്ധിമുട്ട് ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യൂണിയനുകളെയും നാളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം 40ഓളം സ്ലോട്ടുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരും വരാത്ത സാഹചര്യം, അല്ലെങ്കിൽ 2-3 പേർ മാത്രം വരുന്നൊരു സാഹചര്യമുണ്ട്. അത് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഈ ഒരു ടെസ്റ്റ് ഇന്ന് നടന്നില്ല എങ്കിൽ അത് വീണ്ടും മാസങ്ങൾക്ക് ശേഷം മാത്രമാകും ഈ കൂടുതൽ ചെലവോടുകൂടിയാകും ഈ ടെസ്റ്റ് നടത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സമരത്തിൽ ഏതെങ്കിലും തരത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രമം കൂടിയാണ് നാളത്തെ ചർച്ച. നാളെ 3 മണിക്കാണ് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ ഈ ചർച്ച നടക്കുന്നത്. എല്ലാ സംഘടനകളിലെയും 2 പ്രതിനിധികളെ വീതം ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും നാളത്തെ ചർച്ചയ്ക്ക് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെ ഭീഷണിപ്പെടുത്തിയ സംഘമെത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം നടക്കുന്നതിന് മുൻപാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്. ഷിബിൻലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് ചേരുന്നത്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസമാണ് ഈ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഒരു കാറിലെത്തിയ സംഘം വീടിന് മുൻപിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതായി ഹരിഹരൻ പരാതിപ്പെട്ടിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഭീഷണിപ്പെടുത്താനായി ആളുകൾ വന്ന കാർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തേഞ്ഞിപ്പലം സ്വദേശി ഷിബിൻലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള KL 18N 7080 നമ്പറുള്ള കാറാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ ഈ കാറിൽ അന്ന് എത്തിയ ആളുകളെയും പിടികൂടുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് സ്ഫോടന വസ്തു എറിഞ്ഞ സംഭവത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നുള്ളതാണ് തേഞ്ഞിപ്പലം പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ്. കോഴിക്കോട് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. കൈതക്കുനി വയലിൽ PK ഹരീഷിന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ്. അഭിജിത്ത്, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, കോഴിക്കോട് നഗരത്തിൽ ഇന്ന് പുലർച്ചെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. കനത്ത മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കനത്ത മഴയിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. കോഴിക്കോട് BG റോഡിലുള്ള ഹരീഷിന്റെ വീടിന് മേൽക്കൂരയിലേക്കാണ് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മേൽക്കൂര തകർന്നത് നമുക്ക് കാണാം. രാവിലെ പെയ്ത മഴയിൽ ഇത്തരത്തിൽ കാറ്റുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ മരം പൊട്ടി വീഴാൻ സാഹചര്യം എന്നറിയുന്നു. ഏതായാലും ഈ പരിക്കില്ല, അതായത് വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ മഴയൊന്ന് ശമിച്ചിട്ടുണ്ട്. അഭിജിത്ത്, അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്? കോഴിക്കോട് ഇന്നത്തെ മഴയുടെ അവസ്ഥ എന്താണ്? കൃഷ്ണ, രാവിലെ വളരെ മഴ ഈ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. പുലർച്ചെ തുടങ്ങിയ മഴയാണ്. രാവിലെ ഏതാണ്ട് 8 മണി വരെ നിർത്താതെ പെയ്യുന്ന മഴയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം തെളിഞ്ഞ കാലാവസ്ഥയാണ്. നിലവിൽ മഴ ഒന്നും തന്നെ, അതായത് കോഴിക്കോടിന്റെ നഗരമേഖലയിലോ മലയോര മേഖലയിലോ മഴ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ, ഈ ഒരു നാശനഷ്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്. ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അപമര്യാദയായി പെരുമാറിയെന്ന സ്വാതി മലിവാൾ MPയുടെ പരാതി സ്ഥിരീകരിച്ച് ആം ആദ്മി പാർട്ടി. കുറ്റാരോപിതനായ ബിഭവ് കുമാറിനെതിരെ ഉചിതമായ നടപടിയുണ്ടാകുമെന്ന് സഞ്ജയ് സിംഗ് MP പ്രതികരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വരുന്നു. ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് പാർട്ടി? ക്രിസ്റ്റീന, ഇന്നലെയാണ് ആം ആദ്മി പാർട്ടിയുടെ MPയും ഡൽഹി വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷയുമായ സ്വാതി മാലിവാൾ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് ഡൽഹി പോലീസിന്റെ PCR വിളിച്ച് 2 തവണ പരാതിപ്പെട്ടതായി ഡൽഹി പോലീസ് വെളിപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്ന് ഇത് വിവാദമാവുകയും
മാധ്യമങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം തേടുകയും ചെയ്തിരുന്നെങ്കിലും പാർട്ടി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വാതി മാലിവാളും ഈ വിഷയത്തിൽ തുടർന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ നമ്പർ സ്വാതി മാലിവാളിൻ്റെതാണെന്നും ആ സമയത്ത് സ്വാതി മാലിവാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നുവെന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഈ കാര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവായ സഞ്ജയ് സിംഗ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു പരാതി ഉയർന്നതായി സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സ്വമേധയാ തന്നെ ഇടപെട്ടതായും ഉചിതമായ നടപടി കുറ്റക്കാർക്കെതിരെ മുഖ്യമന്ത്രി സ്വീകരിക്കും എന്നുള്ള ഉറപ്പുമാണ് സഞ്ജയ് സിംഗ് നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് എബിൻ ജോസ് ആണ് ചേരുന്നത്. എബിൻ, ദാരുണമായ സംഭവമാണ്. ഒരു പോക്സോ കേസ്, അതിൽ അതിജീവിച്ച ഒരാൾ ഇത്തരത്തിൽ അതൊരു കൊലപാതകമാണെന്ന രീതിയിലാണോ ഇപ്പോൾ അന്വേഷണം തുടരുന്നത്? ക്രിസ്റ്റീന, കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കാരണങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വിദഗ്ധമായ അന്വേഷണം പോലീസ് നടത്തുന്നത്. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എസ്.പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയാണ് പരിശോധന നടത്തിയത്. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം വ്യക്തമാവുകയുള്ളൂ. എങ്കിലും പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കാരണം പോക്സോ അതിജീവിതയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ദുരൂഹത ആരോപിക്കുന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2 വർഷം മുമ്പാണ് ഒരു പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൃത്യമായ മരണവിവരം വ്യക്തമാവുകയുള്ളൂ. കോഴിക്കോട്ട് പൂവാട്ടുപറമ്പിൽ പ്ലാസ്റ്റിക് സംസ്കരണശാലയിൽ വൻ തീപിടുത്തം. തീയണയ്ക്കാനുള്ള ശ്രമം 17 മണിക്കൂർ പിന്നിട്ടു. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 17 മണിക്കൂർ പിന്നിടുകയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം. ഇപ്പോഴും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ഫയർ സ്റ്റേഷനിൽ നിന്നായി 10ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ കഠിന പ്രയത്നം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും വീണ്ടും ആദ്യ ഭാഗത്ത് തീ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 2 JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യ കൂമ്പാരം വകഞ്ഞ് മാറ്റിയ ശേഷം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള ശ്രമമാണ്. അപ്പോഴും വലിയ രീതിയിൽ പുകയും തീയും ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്റ്റിക് കൂമ്പാരമാണ്, വിഷപ്പുകയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രദേശത്തുള്ള ആളുകൾ പരമാവധി മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, നിലവിൽ എന്താണ് ഇവിടെ സാഹചര്യം? ഇനിയും സമയമെടുക്കുമോ തീ നിയന്ത്രണ വിധേയമാക്കാൻ? തീ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് എല്ലാ മാലിന്യങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം മുതൽ ഇരുമ്പ് മാലിന്യം മുതൽ എല്ലാ മാലിന്യങ്ങളും കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് കുറേശ്ശെ നീക്കം ചെയ്ത് അത് വെള്ളം അടിച്ച് പൂർണ്ണമായിട്ട് അണച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അണച്ച് പോയാലും വീണ്ടും തീ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും കുറേശ്ശെ നീക്കി അത് പൂർണ്ണമായിട്ട് അണച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപകട സാഹചര്യം ഒഴിവായി. അപ്പോഴും ഈ വിഷപ്പുകയാണ് പുറത്തേക്ക് വരുന്നത്. അപകട സാഹചര്യം നിലവിലൊന്നും തന്നെ ഇല്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. ഇതിനകത്തുണ്ടായിരുന്ന വാഹനങ്ങൾ തന്നെ നമ്മൾ അതിന് യാതൊരു ഡാമേജും കൂടാതെ തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ LPG സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ പൊട്ടാത്ത സിലിണ്ടറുകൾ നമ്മൾ തന്നെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാ ജീവനക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ സന്നദ്ധ സേനാംഗങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ തന്നെയാണ് വിശ്വാസം. എന്താണെങ്കിലും ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നല്ലേ? അതെ.
തീർച്ചയായിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തീവ്ര പ്രയത്നത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ തീ ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 7 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.